നാട്ടിലിറങ്ങി നടക്കാനാവില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു കല്യാണത്തിനാണ്. ഏത് കാട്ടിലാണെന്ന് എനിക്കറിയാം. കോൺഗ്രസിന്റെ വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസംഗത്തിന്റെ ഏതാനും ചില ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഇന്ന് NM വിജയന്റെ കുടുംബത്തെ അടക്കം MV ഗോവിന്ദൻ മാസ്റ്ററും CPMന്റെ പ്രതിനിധി സംഘവും സന്ദർശിച്ചിരുന്നു. ആ സന്ദർശനത്തിൽ ഒരു ഉറപ്പ് കൂടി കുടുംബത്തിന് CPM നേതൃത്വം നൽകുകയുണ്ടായി. ഇതിനെക്കുറിച്ച് കൃത്യമായി വിശദീകരിക്കുകയാണ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് MV ഗോവിന്ദൻ മാസ്റ്റർ. നമുക്ക് MV ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകൾ മുഴുവനായൊന്ന് കേൾക്കാം. IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഈ MLA DCC പ്രസിഡന്റായിരുന്ന ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ അവിടെ 7 കൊല്ലക്കാലമായി ജോലി ചെയ്യുന്ന, ഇപ്പോ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന, അല്ലെങ്കിൽ കൊല്ലേണ്ടി വന്നു. കൊല്ലേണ്ടി യഥാർത്ഥത്തിൽ കേസ് പൂർണ്ണമായി പരിശോധിച്ച കൊന്നതാണ്. മകനെ, പ്രായപൂർത്തിയായ മകനെ വിഷം കൊടുത്ത് കൊല്ലുക. അങ്ങനെ കൊല്ലേണ്ടി വന്നത് എന്തുകൊണ്ടാ? അത് ഞാൻ ആദ്യം പറഞ്ഞു, എന്റെ മരണശേഷം ഇവൻ ആശ്രയം ഉണ്ടാവില്ല എന്ന മാനസിക പ്രയാസത്തിൽ നിന്നാണ് ആ മനുഷ്യൻ ഞാൻ മരിക്കുന്നതിനോടൊപ്പം ഇവനെയും കൊന്നേ പറ്റൂ എന്ന് തീരുമാനത്തിലെത്തിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. DCC പ്രസിഡന്റായിരുന്ന ഘട്ടത്തിൽ ഒരു കത്ത്, ആ കത്തെല്ലാം പുറത്തു വന്നിയാണ്. ഇന്നയാളെ അവിടെ നിയമിക്കണം. അതിന് 10-25 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട്. അപ്പോഴെന്താ ചെയ്തേ? 7 കൊല്ലക്കാലമായി DCCയുടെ ട്രഷററായി പ്രവർത്തിക്കുന്ന വിജയന്റെ മകനായ അംഗവൈകല്യമുള്ള ചെറുപ്പക്കാരനെ ജോലിയിൽ നിന്ന് പിരിച്ചു. നിങ്ങൾ വേറെ ആരെങ്കിലും ആണെങ്കിൽ എന്താ സംഭവിക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട്. എന്നിട്ട് അതിന് പകരം ഈ കത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പൈസ വാങ്ങിയ ആളെ നിയമിച്ചു. എന്നാ ഒരു പൈസ വാങ്ങിയതിന്റെ ഭാഗമായിട്ട് നിയമിച്ചു പോയി. അതിനുശേഷം 2 ഒഴിവ് ഇതേപോലെ വന്നു. ആ 2 ഒഴിവിലും നിയമിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടു. ആ 2 ഒഴിവും പണം വാങ്ങിയിട്ട് നികത്തി. നിയമിച്ചില്ല. ജോലി ആശ്രയില്ല. ദൈനംദിനം എന്നോണം കടക്കണിയിൽ പെടുക. കടത്തിന്റെ ഭാഗമായിട്ട് ആകെ ഗുരുതരമായ പ്രതിസന്ധി. ഉറങ്ങാൻ സാധിക്കാത്തൊരവസ്ഥ. KPCC പ്രസിഡന്റിന് കത്ത് 21 അയച്ചു കത്ത്. ഇതിപ്പോ 25 18 ദിവസം മുമ്പാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. 24-ന്റെ അവസാനം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത്രയും കൊല്ലം 2021 മുതൽ 22, 23, 24-ന്റെ അവസാനം. ആ കൊല്ലം വരെ സുധാകരന്റെ അല്ലെങ്കിൽ DCC പ്രസിഡന്റിന് അയച്ച കത്തിന്റെ മറുപടിയില്ല. സുധാകരൻ ആദ്യം പറഞ്ഞു, കത്ത് ഞാൻ കണ്ടിട്ടും വായിച്ചിട്ടില്ല. പിന്നെ പറഞ്ഞു, ഞാൻ വായിച്ചു. അന്തവും കുന്തവും ഇല്ലാതെ ഒരു കുടുംബമാണെന്നാണ് വിജയന്റെ കുടുംബത്തെ പറ്റി പറഞ്ഞത്. ആത്മഹത്യയും ചെയ്തു. സാധാരണ ഏതൊരു മനുഷ്യൻ പറയും, ഇനി അന്തവും കുന്തവും ഇല്ലാതെ തന്നെ വെക്കാം. അങ്ങനെ പറയോ? KPCC പ്രസിഡന്റ് DCC ട്രഷററെ പറ്റി പറയുക, ആ കുടുംബത്തെ പറ്റി പറയുക, അന്തവും കുന്തവും ഇല്ലാതെ ഒരു കുടുംബമാണ്. ഒപ്പം അതിനേക്കാളും കുറഞ്ഞു പറയാൻ പാടില്ലല്ലോ. അതിനേക്കാളും കുറഞ്ഞു പറയാൻ പാടില്ല എന്നുള്ളത് ഉടനെ തന്നെ പറയുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എന്താ? കുടുംബം ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ്. ഈ മരിച്ച വിജയന്റെ കുടുംബം ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് എന്ന്. അതൊന്നും വേണ്ട, അതെല്ലാം മനസ്സിൽ വെച്ചാൽ മതി എന്ന് VD സതീശൻ. രമേശ് ചെന്നിത്തല എന്താ പറഞ്ഞത്? എല്ലാം കളവാണെന്ന്. ഒരു രേഖയില്ല, എല്ലാം കളവ് പറയാമെന്ന്. ഇതാണ് 3 പ്രമുഖ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ വിശദീകരണം. ഒരാളെ പറഞ്ഞാൽ ഒരാളെ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇവര് 3 ആളും മത്സരിക്കുക. അപ്പോ സുധാകരൻ പറഞ്ഞാൽ ഉടനെ VD സതീശൻ പ്രതികരിക്കും. VD സതീശൻ പ്രതികരിക്കാൻ അതിന് മുമ്പ് രമേശ് ചെന്നിത്തലയും പ്രതികരിക്കും. 3 ആളും പ്രതികരിച്ചു. 3 ആളും എതിരാണ്. പത്രങ്ങളിലും വാർത്തകളിലും വരുന്നില്ല. ഒരു പത്രസമ്മേളനം വിളിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇരട്ട സ്ഥാപനല്ലേ എടുക്കുന്നത്? നിങ്ങൾ ഞങ്ങളുടെ ആരെങ്കിലും ഒരാളെങ്കിൽ എന്തായിരിക്കും ഇന്നത്തെ എത്ര ദിവസത്തെ ചർച്ചയായിരിക്കും വൈകുന്നേരം? ഇല്ലേ? അന്ത്യചർച്ച മുഴുവൻ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന രീതിയിൽ നിങ്ങൾ നടത്തിയില്ലേ? CPMന്റെ ഏതെങ്കിലും പ്രവർത്തനമായിരുന്നുവെങ്കിൽ പണ്ട് ദിവ്യയുടെ കാര്യത്തിൽ നിങ്ങൾ നടത്തിയില്ലേ? എന്തേ നിങ്ങൾ ഈ ചർച്ച നടത്താത്തത്?
ഞാൻ ആ പത്രസമ്മേളനം നടന്നതിന് തലേദിവസം മലയാള മനോരമ മാത്രമാണ് അത് ആ വിഷയം എടുത്തത്. കയ്യിലെടുത്തിട്ടുണ്ട്, വേറെ ആരും എടുത്തില്ല. അപ്പൊ ഇരട്ടത്താപ്പാണ് നിങ്ങൾ നടത്തുന്നത്, ഇതുപോലുള്ള സംഭവങ്ങൾ മറച്ചു വെക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണ്, കുറ്റവാളികളാണ് നിങ്ങൾ എന്ന് പറഞ്ഞപ്പോഴാണ് ചിലർ ഇത് എടുത്തത്. അപ്പോൾ വളരെ ഗൗരവപൂർണമായ ഒരവസ്ഥയിലാണ് ആ കുടുംബം നിൽക്കുന്നത്. സാമ്പത്തികമായ പ്രയാസത്തിലാണ്. ഞാൻ അവരെ കണ്ടതിന് ശേഷം പത്രക്കാരനോട് ചോദിച്ചു, കുടുംബങ്ങൾ നിങ്ങളോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടോ? ഞാൻ പറഞ്ഞു, ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഞാനിങ്ങനെ ഒരു സംഭവം മനസ്സിലാക്കി ആ കുടുംബം അനുഭവിക്കുന്ന വിഷമം ഞാൻ ആ രണ്ടാളോടും പറഞ്ഞു, ജീവിതം എന്ന് പറയുന്നത് ഇതൊക്കെ ചേർന്നതാണ്, ധൈര്യപൂർവ്വം നേരിടണം. അല്ലാതെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഭാഗം ഉണ്ടാവുന്ന ഇങ്ങനെയുള്ള പ്രതിസന്ധിയിൽ മനസ്സ് വിളഞ്ഞ് ജീവിതം ഏതെങ്കിലും തരത്തിലേക്ക് എത്തിക്കില്ല വേണ്ടത് എന്ന് ഞാനോട് പറഞ്ഞു. നല്ല ആത്മവിശ്വാസത്തോടുകൂടി നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ അവര് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. പത്രക്കാരനോട് ചോദിച്ചത്, ഈ സാമ്പത്തിക ബാധ്യത ഗുരുതരമാണെന്ന് പറഞ്ഞപ്പോ അവരെന്നോട് ചോദിച്ചു, ഈ ബാധ്യത എന്താ ചെയ്യുക? നമ്മുടെ KPCC നേതൃത്വമാണ് ഈ ബാധ്യത ഏറ്റെടുക്കേണ്ടത്. ഇനിയിപ്പോ ആ കുടുംബത്തെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആത്മഹത്യ ചെയ്ത വിജയന്റെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന മകനെയും മകന്റെ ഭാര്യയെയും പറഞ്ഞിട്ട് പല കാര്യമുണ്ടോ? 3 കുട്ടികളുണ്ട്. അവരാണെങ്കിൽ ഈ സാമ്പത്തിക ബാധ്യത മുഴുവൻ ഏറ്റെടുക്കാൻ അവർക്ക് സാധിക്കുന്നതല്ല. അപ്പോ KPCC ഏറ്റെടുക്കണം. ഞാൻ ചോദിച്ചു അവരോട്, കുടുംബക്കാരോട് ചോദിച്ചു, തിരുവഞ്ചൂരൊക്കെ വന്ന് നിങ്ങളോട് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ടല്ലോ. അവർ ഈ കടമൊക്കെ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞപ്പോ ഒരു ഉറപ്പില്ല, വ്യക്തതയൊന്നും ഇല്ല എന്നാ പറഞ്ഞത്. അപ്പൊ എനിക്ക് പറയുന്നത് നിങ്ങൾ ഏറ്റെടുക്കണം KPCC നേതൃത്വം. അപ്പൊ പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുക? KPCC നേതൃത്വം ഈ ബാധ്യത ഏറ്റെടുക്കുന്നില്ലെങ്കിൽ വീണ്ടും ഒരു കൂട്ട ആത്മഹത്യ ഒഴിവാക്കുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ബാധ്യത ഏറ്റെടുക്കേണ്ടി വന്നാൽ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ട് ഏറ്റെടുക്കും. അതിനൊരു സംശയവും വേണ്ട. വെറുതെ പോയി കണ്ടുവരിക മാത്രമല്ല, മനുഷ്യത്വപരമായൊരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കുക ആ കാര്യത്തിൽ. പക്ഷെ നിങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ലാണ്ട് ഞങ്ങൾ ഏറ്റെടുക്കണമെന്നല്ല, ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറൊന്നുമല്ല. പക്ഷെ നിങ്ങളത് ഏറ്റെടുക്കുന്നില്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുടുംബത്തെ വീണ്ടും അപകടത്തിലേക്ക് തള്ളിവിടാൻ പറ്റില്ല. ആ മനുഷ്യത്വപരമായ നിലപാട് ഈ ബത്തേരിയിലെ ജനങ്ങൾ തന്നെ ഏറ്റെടുക്കുന്ന എന്റെ അഭിപ്രായം. അതിനെ മുൻകൈ എടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഒരുക്കമാണ് എന്നാണ് ഞാൻ പത്രക്കാരോട് തന്നെ വ്യക്തമാക്കിയത്. ഇതാ നിലപാട്. അതുകൊണ്ട് എന്തും ചെയ്യാം, എല്ലാം പണത്തിന്റെ ഭാഗമായിട്ടാണ്. ഇവിടെ പണ്ട് മുതലേ ഇമാതിരിയുടെ ഇടപാടുകളുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് മാനന്തവാടിയിൽ ഒരു സ്ഥാനാർത്ഥിയെ, സുധാകരന്റെ കെട്ടിയിറക്കിയിട്ടുള്ള സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് നിർത്താൻ തീരുമാനിച്ചപ്പോ അതിനെതിരായിട്ട് ജോണി ആണ് യഥാർത്ഥ ഔദ്യോഗിക സ്ഥാനാർത്ഥി വന്നു. കോൺഗ്രസിന്റെ നേതാവ് തന്നെയാണ്. ജോണി മത്സരിച്ചു. കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ജോണി, സുധാകരന്റെ സ്ഥാനാർത്ഥി പറഞ്ഞു. ബദലായിട്ട് സുധാകരന്റെ അത് ഒരാൾ മത്സരിച്ചു. രണ്ടാളും കൂടി മത്സരിച്ചപ്പോ സ്വാഭാവികമായിട്ടും ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കല്ലേ വോട്ട് കിട്ടുക. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൈപ്പത്തി. എന്നിട്ട് ഇലക്ഷൻ കഴിഞ്ഞു, വോട്ടെണ്ണി നോക്കിയപ്പോ കിട്ടിയ വോട്ട് തന്നെ അറിയാം, 8. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് 8 വോട്ട്. അന്തസ്സുള്ള ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ പിന്നെ ജീവിച്ചിരിക്കുക. 8 വോട്ട്. സുധാകരന്റെ സ്ഥാനാർത്ഥിക്ക് കുറച്ച് വോട്ട് കിട്ടി, അവസാനം തൂക്കുകയും ചെയ്തു. എന്നിട്ട് ഈ ജോലി 2 ദിവസം കഴിഞ്ഞപ്പോ കോൺഗ്രസ് ഓഫീസിൽ കയറി കെട്ടി തൂങ്ങിച്ചത്. അത് അദ്ദേഹത്തിന് അതേ ചെയ്യാൻ സാധിക്കും. അവരൊന്നും പറഞ്ഞിട്ട് കഴിയും. കെട്ടി തൂങ്ങിച്ചു. ഇത് ഈ വയനാട് തന്നെയാണ് അല്ലേ? ഇങ്ങനെ എത്ര സംഭവം ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. കേരളത്തിൽ ഉടനീളം ഒരുപാട് സംഭവങ്ങളുണ്ട്. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ ആത്മഹത്യ ചെയ്ത കുറെ നേതാക്കന്മാരുണ്ട് കോൺഗ്രസിൽ. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
അതുകൊണ്ട് ഞാൻ മറ്റു വിശീലനത്തിലേക്കോ പ്രസംഗത്തിലേക്കോ ഒന്നും പോകാൻ ഇതുപോലുള്ള ഒരു സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നില്ല. നമ്മളെല്ലാം വേദനിപ്പിച്ചതാണ് സ്വന്തം മകനെ കൊന്ന് സ്വയം ജീവൻ ഒടുക്കിയ കോൺഗ്രസ് നേതാവിന്, ആ കുടുംബത്തിന് കൃത്യമായ രീതിയിലുള്ള ഒരു ഉത്തരം പറയാൻ ഇപ്പോ ബാലകൃഷ്ണൻ ഇവിടെ ഇല്ല, MLA കാണാനില്ല. അതിനു വേണ്ടി ഞങ്ങൾ നാട്ടിലിറങ്ങി നടക്കാനാവില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു കല്യാണത്തിനാണത്. ഏത് കാട്ടിലാണെന്ന് എനിക്കറിയാം. ആ വാർത്ത വന്നത് എപ്പോഴാ, ആ വീഡിയോ ക്ലിപ്പ് വന്നത് എപ്പോഴാ? 15-ാം തീയതി വരെ, ഈ വരുന്ന 15-ാം തീയതി വരെ പോലീസ് അറസ്റ്റ് ചെയ്യരുത് എന്ന് മുൻകൂർ ജാമ്യത്തിന് പോയപ്പോ ഈ ഒരു വ്യവസ്ഥയോടുകൂടി അറസ്റ്റ് ചെയ്യില്ല എന്ന് ഉറപ്പു വന്നപ്പോഴാണ് ഞാൻ കർണാടകത്തിലാണ് ഉള്ളത്, ഞാൻ ഈ കല്യാണത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ് എന്ന് ഒളിവിൽ പോയ IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന MLA ഇപ്പോ വ്യക്തമാക്കിയിരിക്കുകയാണ് ഒരു വീഡിയോയിലൂടെ. നാട്ടിലിറങ്ങാനാവാത്ത സാഹചര്യം മനസ്സിലായില്ലേ? ഇപ്പൊ കോടതിയെ ഒരു പ്രതിയിൽ 15-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത്. 1-ാം പ്രതി, 2-ാം അപ്പച്ചൻ നിങ്ങൾക്ക് അറിയുന്നതാണ്, എല്ലാവർക്കും അറിയാലോ. DCC പ്രസിഡന്റാണ്, എന്റെ സുഹൃത്തുമാണ്. ഞങ്ങളൊക്കെ ഒപ്പം MLA ഉണ്ടായിരുന്നതാണ് അസംബ്ലിയിൽ മുമ്പ്. അദ്ദേഹം യഥാർത്ഥത്തിന്റെ പ്രതിയാണ്. പിന്നെ ഗോപിനാഥ് 3-ാമത്തെ, അദ്ദേഹം ഇതിന്റെ പ്രധാനപ്പെട്ട വക്താവാണ്. അദ്ദേഹത്തെ മുമ്പ് പുറത്താക്കിയതാണ്. ഇതേപോലെ തന്നെ അഴിമതി കേസിന്റെ ഭാഗമായിട്ട് മുമ്പ് പുറത്താക്കിയതാണ്. ആ പുറത്താക്കിയ ആളാണ് ഇപ്പോൾ ഇവിടെ നേതാവായിട്ട് നടക്കുന്നത്.